പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 122 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചുവെങ്കിൽ ആരാധിച്ചു കഴിയുമ്പോൾ എത്രമാത്രം സന്തോഷം ലഭിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ സന്തോഷത്താൽ നിറയ്ക്കുന്ന, സൗഖ്യത്താൽ നിറയ്ക്കുന്ന, സമാധാനത്താൽ നിറയ്ക്കുന്ന, എല്ലാ ആഗ്രഹവും ആവശ്യം പറഞ്ഞ് സഹായിക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഈ ദൈവസന്നിധിയിൽ എപ്പോഴും നമുക്ക് സന്തോഷം ലഭിക്കും. അത് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവാലയത്തിൽ കടന്നു പോകണം. അതിൻ്റെ തെളിവ് നമ്മൾ 42 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അപ്പോൾ ദാഹമുള്ള മാന് തോടുകളുടെ അരികിലേക്ക് ഓടിപ്പോയി വെള്ളം കുടിക്കാൻ നിന്നതുപോലെ ആഗ്രഹത്തോടെ, വലിയ ദാഹത്തോടെ ദൈവത്തിൽ നിന്ന് സന്തോഷം അനുഭവിപ്പാൻ, സമാധാനം അനുഭവിപ്പാൻ, ദൈവതേജസ്സിനാൽ നിറയപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായൊരു വിടുതലും സമാധാനവും സന്തോഷവും ലഭിക്കാനിടയായിത്തീരും. അപ്പോൾ ഈ ദാഹം ഈ 2025 നമുക്കുണ്ടാകട്ടെ. ദൈവതേജസ്സിനാൽ നിറയപ്പെടട്ടെ. അതിനായി ദൈവം എല്ലാവരെയും ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വചനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ സന്ധ്യയെങ്കിൽ എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഭൂമിയിൽ ഒരവസരം കൂടെ തന്നല്ലോ. നന്ദിയോടെ സ്തോത്രം. ജനുവരി മാസത്തിൻ്റെ 2-ാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പകൽക്കാലം മുഴുവനും ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയതോർത്ത് നന്ദി, സ്തോത്രം കർത്താവേ. ഈ രാത്രികാലം ഞങ്ങൾക്ക് നല്ല ഉറക്കം ആശ്വാസം തരണമേ. ഞങ്ങളുടെ ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങൾ നന്നായി ഉറങ്ങി ഉണർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി എഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ആയിരിക്കുന്ന ദേശത്ത് ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണം. കാൽവരി ക്രൂശിലെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിടണം. പൈശാചികമായ യാതൊരു പോരുകളും ഞങ്ങളെ തൊടാതണം. സ്വർഗം ഞങ്ങളെ മറയ്ക്കുമാറാകണം. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിലും സർവശക്തരുടെ നിഴലിലുമായിരിക്കട്ടെ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ സ്വർഗം ഞങ്ങളെ സൂക്ഷിക്കണം. എല്ലാം ദൈവനാമം മഹത്വപ്പെടാൻ ഇടയാക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം.